കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ടിംഗ് ക്ലാസ്സാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറയാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ സിലബസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. സിലബസ് റിവ്യൂവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ സിലബസിൽ എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്താണ് കൺട്രോൾ സിസ്റ്റം? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ അതാണ് പഠിക്കുന്നത്. എന്താണ് കൺട്രോൾ സിസ്റ്റം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും. അതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇനി കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ ആവശ്യമുള്ള ഒരു സാധനമാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അതും കൂടി ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് കൺട്രോൾ സിസ്റ്റം എന്താണ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്നാണ്. നമ്മൾ ഏതൊരു ഡിവൈസിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡിവൈസസിനെയും നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫാന്, ലൈറ്റ്, എയർ കണ്ടീഷനൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്താണ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസയറിനനുസരിച്ചിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതാണ്, നമുക്ക് ഒരു ഡിവൈസിൻ്റെ മേലെ നമുക്കുള്ള കൺട്രോൾ, അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ടിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിനെ എങ്ങനെ നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ കൺട്രോൾ എന്ന് പറയുക. ഏതൊരു ഡിവൈസിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡിവൈസസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിവൈസിന് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിലൊരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും അല്ലേ. നമ്മളിപ്പോൾ ഒരു ഫാനാണെന്ന് വിചാരിക്കുക. ആ ഫാനിന് നമ്മൾ എന്താണ്, പവറാണ് കൊടുക്കുന്നത്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പവറാണ് അതിലേക്ക്, നമ്മൾ എന്താണ്, കറണ്ട് ഓർ വോൾട്ടേജ് ആയിട്ട് നമ്മൾ പവറാണ് അതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഇലക്ട്രിസിറ്റീനെ നമ്മൾ ഫാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫാനിനുള്ളിലുള്ള മോട്ടോറ് വർക്ക് ചെയ്യിച്ച് ആ മോട്ടോറ് നമുക്ക് എന്താണ്, നല്ല തണുപ്പുള്ള കാറ്റായിട്ട് നമുക്ക് കിട്ടുന്നു. അത് കറങ്ങുമ്പോഴുള്ള ആ കാറ്റ്, അതാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മൾ റെഗുലേറ്റർ യൂസ് ചെയ്തിട്ട് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വിൻഡാണ്, കാറ്റാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു എയർ കണ്ടീഷനാണെങ്കിൽ, കുറച്ചും കൂടി അഡ്വാൻസ് ഒരു എയർ കണ്ടീഷനാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് ഇഫക്റ്റ്, തണുപ്പാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ റെഗുലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ ഡിവൈസൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രിക് എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വേറൊരു ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡിവൈസിൻ്റെ ഇൻസൈഡിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ആ കാര്യങ്ങളെ മൊത്തമായിട്ട് നമുക്ക് ആ ഡിവൈസിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. ഏതൊരു ഡിവൈസ് ആണെങ്കിലും, ഇപ്പോൾ ഒരു മോട്ടോറാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിലൊരു മെക്കാനിക്കൽ എനർജി, ഒരു മൂവ്മെൻറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ മോട്ടോർ ഇലക്ട്രിക് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്നതിനെ, നമ്മളെ ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ, ആ ഫംഗ്ഷനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ഇൻപുട്ട് എനർജിയെ ഔട്ട്പുട്ട് എനർജിയാക്കി മാറ്റുന്ന ആ കൺവേർഷൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വേർഷൻ, അതിനാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് പ്യുവർ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലേ. ആ പ്രവർത്തനങ്ങളെ നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഒരു ഫംഗ്ഷനായിട്ട്. ആ ഫംഗ്ഷനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിന് മുന്നേ ട്രാൻസിസ്റ്റേഴ്സൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇൻപുട്ട് ബൈ ഔട്ട്പുട്ട് എന്നുള്ള പഠിച്ചിട്ടുണ്ടാവും, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ആ ചേഞ്ചസിൻ്റെ ആകെ ഒരു സം, അതിനെയാണ് നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇൻപുട്ടിൽ ഒരു ടൈപ്പ് ഓഫ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ആ എനർജിക്ക് കാരണമായിട്ടുള്ള ഫങ്ഷൻസ്, അപ്പോൾ അതിനെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫർ ഫംഗ്ഷനകത്തു നിന്നാണ് നമ്മൾ ഈ കൺട്രോളൊക്കെ അപ്ലൈ ചെയ്യുന്നത്. നമ്മളതിൻ്റെ കൺട്രോൾ സിഗ്നൽസൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാൻ, ഇപ്പോൾ എയർ കണ്ടീഷൻ ആണെങ്കിൽ നമുക്കതിൻ്റെ തണുപ്പ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻസൈഡ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അതിനകത്തുള്ള കൺട്രോളർ അല്ലെങ്കിൽ അതിനകത്തുള്ള ഏതാണോ ചിപ്പ്, ആ ചിപ്പ് വർക്ക് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു, ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് അത് എയറിൻ്റെ കൂളിംഗ് ഇഫക്റ്റിനെ മാറ്റുന്നു, അല്ലെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂവിലേക്ക് ആക്കി മാറ്റുന്നു. അപ്പോൾ
അങ്ങനെ നമുക്ക് ഒരു ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് നമുക്ക് ഒരു ഡിവൈസിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം, അതാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ മൊത്തമായിട്ട് പഠിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ഞാനിപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ സബ്ജക്റ്റ് ആദ്യമായിട്ട് പഠിക്കുകയാണ് അല്ലേ, കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ആ ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സബ്ജക്റ്റിൽ മെയിനായിട്ട് പഠിക്കുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷനും അതിൻ്റെ മോഡലിങ്ങിനെയും പറ്റിയിട്ടാണ്. ട്രാൻസ്ഫർ ഫംഗ്ഷനെയും അതിൻ്റെ മോഡലിങ്ങിനെയും പറ്റിയിട്ടാണ് നിങ്ങൾ ഈ സബ്ജക്റ്റിൽ മൊത്തമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനെ, ഒരു ഡിവൈസിൻ്റെ ഈ പറഞ്ഞ ബിഹേവിയറിനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. നമുക്ക് ഇലക്ട്രിക്കലി മെക്കാനിക്കലി ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ 1 2 3 അല്ലെങ്കിൽ ടേംസിൽ, അല്ലെ XYZൻ്റെ ടേംസിൽ, അങ്ങനെയുള്ള റെപ്രസെൻറ്റേഷനാണ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതേ റെപ്രസെൻറ്റേഷനെ നമുക്ക് ഇലക്ട്രിക്കലായിട്ടും മാഗ്നറ്റിക്കലായിട്ടും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ നമ്മൾ പഠിക്കും. അതായത് ഈ XYZ എന്നൊക്കെ പറയുന്നതിന് നമുക്ക് റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും ടേമിലും അതുപോലെ മെക്കാനിക്കൽ ഡിവൈസസിൻ്റെ ടേമിലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു ഡിവൈസ് നമുക്ക് എന്താണ്, ഒരു ഡിവൈസിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിവൈസ് ഉണ്ടാക്കാനും ഒരു ഡിവൈസിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ ഏതൊരു ഡിവൈസിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഔട്ട്പുട്ടിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട്, ഡിസൈറബിൾ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് എവിടെ ചേഞ്ച് വരുത്തണം, എങ്ങനെ ചേഞ്ച് വരുത്തണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സബ്ജക്റ്റാണ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഇതാണ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. ഈ സബ്ജക്റ്റിൽ കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് സിലബസ് റിവ്യൂവിൻ്റെ സമയത്ത്, ഈ സബ്ജക്റ്റിൽ കുറച്ച് പോർഷനേ തിയറി വരുന്നുള്ളൂ. ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഈ പറയുന്ന കുറച്ച് ബ്ലോക്ക് ഡയഗ്രാംസും അങ്ങനെയൊക്കെ തിയറി വരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഐഡിയ ഒക്കെ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ആ പ്രോബ്ലംസൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസാണ്. അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇതെന്തൊക്കെയാണ് കുറേ ബ്ലോക്സ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ഈ പറയുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കേട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് പ്രോബ്ലം നന്നായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം, മനസ്സിലാക്കണം. പിന്നെ ടെക്സ്റ്റ് മാത്രം വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രോബ്ലം നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരുന്നതല്ലേ സുഖം. അപ്പം പറഞ്ഞു തരുമ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എക്സാമിൻ്റെ തലേ ദിവസം ടെക്സ്റ്റ് മാത്രം നോക്കിയിട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അധികം ടഫ് പ്രോബ്ലംസ് ഒന്നുമല്ല, പക്ഷേ മനസ്സിലാക്കണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതിനൊക്കെ വേണ്ടിയാണ് ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധം നമുക്കുണ്ടെങ്കിലേ ആ പ്രോബ്ലം നമുക്ക് എളുപ്പമായിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്കതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുക. ഇത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ആദ്യം മുതലേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസാണ് കൺട്രോൾ സിസ്റ്റത്തിൽ ഉള്ളത്. അപ്പോൾ കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. നമ്മളൊരു ഡിവൈസിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത്, അതൊക്കെയാണ് കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് കൺട്രോൾ സിസ്റ്റത്തിന്. ഓപ്പൺ ലൂപ്പ് സിസ്റ്റവും ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റവും. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു കൺട്രോൾ എന്താണ് പറഞ്ഞത്, നമ്മൾ ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല ഉഷ്ണം, അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റെഗുലേറ്ററിൻ്റെ അടുത്ത് പോകും, സ്പീഡ് കൂട്ടും. ഒരു കൺട്രോളിംഗ് ആണത് അല്ലേ. നമ്മൾ റെഗുലേറ്ററിനെ കൺട്രോൾ ചെയ്ത് ഫാനിൻ്റെ സ്പീഡ് കൂട്ടി. ഇനി അതുപോലെ നമ്മൾ എയർ കണ്ടീഷനുള്ള ഒരു റൂമിലിരിക്കുകയാണ്, പെട്ടെന്ന് തണുപ്പ് നല്ല കൂടുതലാണ്, അപ്പോൾ AC അതിൻ്റെ ടെമ്പറേച്ചർ കുറക്കണം. അപ്പം ടെമ്പറേച്ചർ കൂട്ടണം. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുക. അപ്പോൾ നമ്മൾ റിമോട്ട് എടുത്ത് അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടും. അപ്പോൾ അതിൻ്റെ എയർ കണ്ടീഷൻ എയർ കണ്ടീഷൻ എന്താവും, നമുക്ക് തണുപ്പ് കുറയും അല്ലേ. അതും ഒരു ടൈപ്പ് കൺട്രോളാണ്. പിന്നെ ഓട്ടോമാറ്റിക് കൺട്രോൾ ഉണ്ട് അല്ലേ. ഓട്ടോമാറ്റിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എയർ കണ്ടീഷൻ ആണെങ്കിലും ഇപ്പോൾ
നമ്മളൊരു 25 ഡിഗ്രി സെൽഷ്യസിന് സെറ്റ് ചെയ്യണം. അതിൽ 25 ഡിഗ്രി സെൽഷ്യസിന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചർ 25-നേക്കാൾ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്ക് ചെയ്തിട്ട് 25 ഒക്കെ ആവും. നമ്മൾ ചിലപ്പോൾ ഒരു ജനലൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ 25 ഡിഗ്രിയിൽ കുറച്ച് കൂടി അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ പിന്നെയും അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ഫുള്ള് ക്ലോസ്ഡ് ആണെങ്കിൽ ആ 25 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ ആ ഡിവൈസ് ഓഫ് ആവും അല്ലേ. പുതിയ എയർ കണ്ടീഷനൊക്കെ താനേ ഓഫ് ആവും. ഇനി 25 ഡിഗ്രിയിൽ കൂടി പോവുകയാണെങ്കിൽ ടെമ്പറേച്ചർ 25 ഡിഗ്രി, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വിൻഡോ അറിയാതെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ 25 ഡിഗ്രിയിലും കൂടും. അപ്പോൾ എന്താവും, നമ്മൾ ടെമ്പറേച്ചർ 25 ഡിഗ്രിയിലും കൂടുമ്പോൾ നമ്മൾ AC ഓട്ടോമാറ്റിക്കായിട്ട് ഓണായിട്ട് അത് 25 ഡിഗ്രിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അതാണ് ഇപ്പോഴത്തെ പുതിയ എയർ കണ്ടീഷനിലൊക്കെ അങ്ങനെയാണ് അല്ലേ. നമ്മൾ ഓഫീസിലും വീട്ടിലൊക്കെ കാണുന്ന എയർ കണ്ടീഷനിൽ അങ്ങനെയാണ്. നമ്മൾ 25 ഡിഗ്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ആ 25 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത് ഓഫാവും. ജസ്റ്റ് അത് ഇങ്ങനെ അനങ്ങുന്നത് മാത്രമേ ഉണ്ടാവും, വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിൻഡോ അല്ലെങ്കിൽ ഡോറോ ഓപ്പൺ ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ആ 25 ഡിഗ്രിയിൽ എത്തിക്കാൻ വേണ്ടി പിന്നെയും എയർ കണ്ടീഷൻ ഓണാവും. അതൊരു ഓട്ടോമാറ്റിക് കൺട്രോൾ അല്ലേ. എയർ കണ്ടീഷനിൽ അതിൻ്റെ അകത്ത് തന്നെയുള്ളൊരു കൺട്രോളിങ് സിസ്റ്റമാണ്. അപ്പോൾ ഇത് തന്നെയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഫാൻ നമ്മൾ ഓണാക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കൂട്ടുകയും കുറക്കുകയൊക്കെ വേണമെങ്കിൽ നമ്മൾ താനെ പോയിട്ട് നമ്മൾ അതിൻ്റെ റെഗുലേറ്റർ തിരിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കൂടും. അതൊരു ടൈപ്പ് കൺട്രോൾ. പിന്നെ എയർ കണ്ടീഷനിൽ തന്നെയുള്ള കൺട്രോൾ, നമ്മൾ 25 ഡിഗ്രി സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ റൂമിലെ ചൂട് കൂടുന്നതിനനുസരിച്ച് എയർ കണ്ടീഷൻ തന്നെ എന്തായിക്കോളും, നമ്മളെ റൂമിലെ ടെമ്പറേച്ചർ 25 ഡിഗ്രി ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത് വേറൊരു ടൈപ്പ് ഓഫ് കൺട്രോൾ, അത് എയർ കണ്ടീഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള കൺട്രോൾ. ഈ രണ്ടും തന്നെയാണ് വ്യത്യാസം. ഇത് രണ്ടും ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനേക്കാളും നല്ല എക്സാമ്പിൾസും ഉണ്ട്, പക്ഷേ നമുക്ക് ജസ്റ്റ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പറയുമ്പം പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അത് ഫസ്റ്റ് വണ്ണാണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. രണ്ടാമത്തത് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഓപ്പൺ ലൂപ്പ് സർക്യൂട്ടും ക്ലോസ്ഡ് ലൂപ്പ് സർക്യൂട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓപ്പൺ ലൂപ്പ് സർക്യൂട്ടിൽ എന്താണ്, അവിടെ ഒരു ഫീഡ്ബാക്ക് ഇല്ല. ക്ലോസ്ഡ് ലൂപ്പ് സർക്യൂട്ടിൽ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടാവും. അതായത് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഫീഡ്ബാക്ക് കൊടുത്തിട്ട് നമ്മുടെ ഡിവൈസ് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഇൻപുട്ടിലേക്ക് പിന്നെയും സെൻഡ് ചെയ്യും. അങ്ങനെ സെൻഡ് ചെയ്ത് അതിലെന്തെങ്കിലും വ്യത്യാസം നമ്മൾ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യും. അതിനെയാണ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിനകത്ത് ഒരു ഇൻപുട്ട് ഉണ്ടാവും. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്താണ്, പ്ലാന്റോ എന്താ ആ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ, അതാണ് ഈ ബോക്സിനുള്ളിൽ നമ്മൾ കാണിക്കുക. അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഇൻപുട്ടിനെ നമ്മൾ ഈ കൺട്രോൾ സിസ്റ്റത്തിൽ R(t) എന്നും ഔട്ട്പുട്ടിനെ C(t) എന്നുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻപുട്ട് R(t)യും ഔട്ട്പുട്ട് C(t). ഇതാണ് ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ചിത്രം. ഇവിടെ ഫീഡ്ബാക്ക് ഒന്നും വരുന്നില്ല, അതായത് ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ എടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നൊന്നുമില്ല. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് അങ്ങ് വർക്ക് ചെയ്തോളും. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അനുസരിച്ച് നമ്മുടെ ഇൻപുട്ടിനനുസരിച്ചിട്ട്. അതാണ് ഫാൻ. നമ്മൾ ഫാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. നമ്മൾ ഇൻപുട്ടും ചേഞ്ച് ചെയ്ത്, അതായത് റെഗുലേറ്റർ വെച്ചിട്ട് ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ ഔട്ട്പുട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ ഫാനിൻ്റെ കറണ്ട് ഓഫാക്കുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഇതാണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഇനി ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് എ ഫീഡ്ബാക്ക്. പറഞ്ഞു ഒരു ഫീഡ്ബാക്ക്. ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഫീഡ്ബാക്കാണ്. നിങ്ങൾ ഇതിന് മുന്നേത്തെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ ചെറിയ ഇലക്ട്രോണിക് സർക്യൂട്ട്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഓപ്പാമ്പൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അതിനകത്തൊക്കെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടാവും, ഫീഡ്ബാക്ക് എന്ന് പഠിച്ചിട്ടുണ്ടാവും, ഫീഡ്ബാക്ക് കൺട്രോൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ എടുത്ത് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ്. ആ റെഫറൻസ് ഇൻപുട്ടും ആ ഔട്ട്പുട്ടും തമ്മിൽ ഒരു എറർ ഉണ്ടെങ്കിൽ ആ എറർ കൺട്രോളിലേക്ക് കൊടുക്കും. ആ കൺട്രോളിലേക്ക് കൊടുത്ത് കൺട്രോളർ പിന്നെയും ഈ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരും. അതാണ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ എയർ കണ്ടീഷൻ്റെ കേസ്, അതായത് ടെമ്പറേച്ചർ നമ്മൾ 25 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഇൻപുട്ട് ടെമ്പറേച്ചർ 25 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂമിലെ ടെമ്പറേച്ചർ കൂടി 26 or 27 ആയി ടെമ്പറേച്ചർ. അപ്പോൾ എന്ത് വേണം, നമുക്ക് 25ലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ AC ഇറ്റ്സെൽഫ് ഒരു സെൻസർ എന്തെങ്കിലും ഉണ്ടാവും. ആ സെൻസർ
ഈ നമ്മളെ റൂമിലെ ടെമ്പറേച്ചർ എപ്പോഴും സെൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അത് 26 ആയെങ്കിൽ നമ്മളെ സെൻസർ എന്താവും? അതാണ് ശരിക്കും പറഞ്ഞാൽ ഫീഡ്ബാക്ക് സിസ്റ്റം. ആ സെൻസർ പറയും, സെൻസർ അതിൻ്റെ കൺട്രോളറിനെ അറിയിക്കും 26 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്, അത് നമുക്ക് റെഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ സെൻസറിനെ അറിയിക്കും. നമ്മളെ സെൻസർ കൺട്രോളറിനെ അറിയിക്കും. അങ്ങനെ ആ കൺട്രോളർ എന്ത് ചെയ്യും? കൺട്രോളർ നമ്മളെ AC-നെ പിന്നെയും ഓണാക്കി അത് പ്രവർത്തിച്ച് ടെമ്പറേച്ചർ 25 ഡിഗ്രിയിൽ തന്നെ സെറ്റ് ചെയ്യും. ഇനി അത് 25 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ ഈ സെൻസർ ഇങ്ങനെ സെൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ, ടെമ്പറേച്ചർ സെൻസർ ഇങ്ങനെ സെൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ടെമ്പറേച്ചർ സെൻസർ നമ്മളെ കൺട്രോളറിനോട് പറയും എന്താ 25 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്, അപ്പോൾ നമുക്കിനി വർക്ക് ചെയ്യേണ്ട AC ഓഫാക്കി വെക്കാം. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനുള്ളിൽ തന്നെ എയർ കണ്ടീഷൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു കൺട്രോൾ സിസ്റ്റമാണ് ഈ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. അത് ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീഡ്ബാക്ക് ഇവിടെ ആരാണ് കൊടുക്കുന്നത്? നമ്മളെ സെൻസറാണ്. സെൻസർ സെൻസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മളെ കൺട്രോളറിനെ അറിയിക്കും. അതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിളിലത്തെ ഫീഡ്ബാക്ക്. അപ്പോൾ ഫീഡ്ബാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾസ് ഇതിനകത്ത് തന്നിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിൾസ് അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ജസ്റ്റ് കൺട്രോൾ സിസ്റ്റം എന്താണ്, ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്താണ്, ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൺട്രോൾ സിസ്റ്റം എന്താണ്, ഓപ്പൺ ലൂപ്പ്, ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. ഈ ക്ലാസ് ഇന്ന് തന്നെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. ഒരു നോട്ട് ഇതിന് വേണ്ടിയിട്ട് വെക്കണം. ഓക്കെ, താങ്ക് യു.